ദേശീയ ഗെയിംസിന്റെ നടത്തിപ്പ് അവകാശം കിട്ടാൻ കേരളം 10-27 വർഷം കാത്തിരുന്നതിൽ ഒരു നഷ്ടവുമില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്നത് ഇതാണ്. കായികമേളയാണ് സംഭവമെങ്കിലും മേളയോടനുബന്ധിച്ച് നടന്ന കലാമേളയാണ് ഇപ്പോഴും ചർച്ചകളിൽ. ഇനിയും ഇതുപോലൊരു മേളയ്ക്ക് 1/4 നൂറ്റാണ്ടെങ്കിലും കാത്തിരിക്കേണ്ടി വരുമല്ലോ എന്ന സങ്കടമേയുള്ളൂ. ആരംഭിക്കുകയാണ് തിരുവാതിരവായിലേക്ക് സ്വാഗതം. ആഭ്യന്തര വകുപ്പിലായിരുന്നപ്പോൾ തിരുവഞ്ചൂരില്ലാത്ത വിവാദങ്ങളില്ലായിരുന്നു നാട്ടിൽ. വിവാദങ്ങളിൽ നിന്ന് വിശ്രമം കൊടുക്കാനായിരിക്കണം മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഗതാഗതം, വനം, കായികം ഒക്കെ നൽകിയത്. ഇതിപ്പോൾ പടപേടിച്ച് പന്തളത്ത് പോയ അവസ്ഥയിലായി. ദേശീയ ഗെയിംസിന്റെ കാര്യസ്ഥനായിരിക്കുന്നത് 4 മന്ത്രിസഭകളിൽ ആഭ്യന്തരം ഭരിക്കുന്നതിന് തുല്യമാണെന്ന് തിരുവഞ്ചൂർ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകും. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ മേളയൊന്ന് തുടങ്ങി വയ്ക്കാനായതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. നാഷണൽ ഗെയിംസിനോട് അനുബന്ധമായ 21 പുതിയ സ്റ്റേഡിയങ്ങൾ പൂർത്തിയായി. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പുതുക്കിയ സ്റ്റേഡിയങ്ങളുടെ അതിൻ്റെ എല്ലാം അവസാനത്തെ മിനുക്കുപണിയും പൂർത്തിയായി. നിങ്ങൾക്ക് ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ? എന്ത് പണിക്ക് വന്നവരായിക്കോട്ടെ, പന്തൽ പണിക്ക് വന്നവരായാലും ശരി, പട്ടി പഠിക്കാൻ വന്നവരായാലും ശരി, ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. എന്നല്ലേ പ്രമാണം വെല്ലിപ്പ? എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന്. അങ്ങനെ 35ാം നാഷണൽ ഗെയിംസിന് ആവശ്യമായിട്ടുള്ള പൂർണ്ണ തയ്യാറെടുപ്പ് കേരളം സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. അത് മൊത്തത്തിൽ ഭംഗിയാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യം. അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന സദ്യ മാത്രം ഗംഭീരായ പോരാ. എന്താ സംശയം? പന്തല, കസേര, മേശ, അലങ്കാരപ്പണികൾ, ഇലൂമിനേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ചെമ്പ്, വാർപ്പ്, ഉരുളി, മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ 18 തരം കറികളും 2 പായസം അടങ്ങുന്ന ഗംഭീര സദ്യയും. തെക്കേടുത്ത ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കുന്ന 7ഓളം കാറുകൾ. ഈ 28 കൊല്ലത്തിന് ശേഷം വന്ന ഈ ദേശീയ ഗെയിംസ് ഇനി കേരളത്തിൽ വരണമെങ്കിൽ 56 കൊല്ലം കഴിയണ്ടേ? ഈ തലമുറയ്ക്ക് ഇനി ഇത് കാണാൻ പറ്റുമോ? നമ്മുടെ ജീവിതകാലത്ത് ഉള്ളതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് അല്ലേ, സംഭവമല്ലേ? ഇവിടെ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ അങ്ങോട്ട് ചെയ്തോളാം. സാറിന്റെ കാര്യങ്ങൾ നോക്കും. ഇവിടെ ഏത് ഐറ്റം എടുക്കും മോളെ? ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണോയ അതിന്റെ പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം. അങ്ങനെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാൺ രാമൻ. ജൂൺ 28 മുതൽ ഇങ്ങോട്ടിപ്പോ നോക്കിയാൽ 7 മാസത്തെ കാലത്തോളമായി ഇതിനു വേണ്ടി രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്ന ഒരു ടീം വർക്ക്. ആ ടീം വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 12 പണിയൊക്കെ തീർന്നു. ഇത്തിരി അലങ്കോലപ്പണി മാത്രം ബാക്കിയുണ്ട്. അലങ്കോലപ്പണിയോ? അലങ്കാരപ്പണി എന്നാണ് അവന് ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. ജാർഖണ്ഡിലെ 2011 PWD റേറ്റ് പോലും 40% വർദ്ധിച്ചു. നമ്മുടെ നാട്ടിലെ PWD റേറ്റ് പോലും. എന്നിട്ടും ജാർഖണ്ഡിലെ നടന്ന ഗെയിമിനേക്കാൾ 31 കോടി രൂപ കുറച്ചിവിടെ നടക്കുന്നു പറഞ്ഞാൽ ഈ കേരളത്തിൽ അത് നടത്തിയവരെ ഒന്ന് മാലയിട്ട് സ്വീകരിക്കാം. ഉദ്ഘാടന വേദിയിൽ 3 ഇതിഹാസങ്ങൾ. ഒരാൾ സിനിമയിൽ നിന്ന്, രണ്ടാമത്തെയാൾ കായിക രംഗത്ത് നിന്ന്, മൂന്നാമൻ രാഷ്ട്രീയത്തിൽ നിന്ന്, അതായത് സാക്ഷാൽ കായിക മന്ത്രി. ഉദ്ഘാടന ചടങ്ങിനായി ഒരു തുറുപ്പ് ചീട്ട് തിരുവഞ്ചൂർ കാത്തുവച്ചിരുന്നു. ഇതിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള, ഇന്ത്യയിൽ ഒരു സ്റ്റേജിലും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന, കേരളത്തിൽ ഇന്നേ വരെ വന്നിട്ടില്ലാത്തതാണ്. കേരള ജനസമൂഹത്തിന് മുമ്പിൽ ശ്രീ മോഹൻലാൽ സമർപ്പിക്കുന്ന ഏറ്റവും അത്യാധുനികമായ ഒരു കലാവിരുന്നായിരിക്കും 3.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശ്രീ മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള കലാവിരുന്ന്. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. ഇങ്ങനെയുള്ള സാധനങ്ങളെ നിങ്ങൾ എപ്പോഴും പാട്ട് എന്നാണ് വിളിക്കാറ്. പാട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഐ എം വെരി സോറി. നല്ല ശബ്ദം, നല്ല ശബ്ദം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേലും ഇതുകൊണ്ട് ജീവിക്കാം. നിനക്കൊരു ചാൻസ് ഉണ്ട്, വേണ? ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ. ദാറ്റ് ഈസ് ദ സോൾ ഓഫ് കേരള. കേരളത്തിന്റെ ശരി ആത്മാവായിരുന്നു.
അവിടെ ആ വട്ടം ചുറ്റി നിന്നത്. ഗെയിംസിന്റെ എല്ലാ വേദികളിലും വന്ന് എല്ലാ മത്സരങ്ങളും കാണാൻ ആർക്കും പറ്റില്ല. പക്ഷേ എല്ലാവരും ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒന്നാണ് ഉദ്ഘാടന ചടങ്ങ്. ആ ചടങ്ങിൽ സംഭവിച്ച കാര്യങ്ങളാണ് ആകെ പ്രശ്നമായി മാറിയത്. ആ ചടങ്ങിലെ പ്രശ്നം ലാലിസം മാത്രമായിരുന്നില്ല. സത്യത്തിൽ ലാലിസം തിരുവഞ്ചൂരിന് ഒരു രക്ഷാമാർഗമായി മാറുകയാണുണ്ടായത്. പരിപാടിയോട് ചില്ലറ വിയോജിപ്പുണ്ടായാലും മോഹൻലാൽ എന്ന മഹാപ്രതിഭയോട് മലയാളിക്കുള്ള സ്നേഹമോ ബഹുമാനമോ ഒട്ടും കുറയില്ലെന്ന് തിരുവഞ്ചൂരിനും നന്നായി അറിയാം. അതുകൊണ്ട് ലാലിസം മാത്രമാണ് പിഴച്ചത് എന്ന മട്ടിൽ മന്ത്രിയും സംഘവും തന്നെയാണ് കൊട്ടിഘോഷിച്ചത്. പാവം ലാലേട്ടന് അങ്ങനെ പണികിട്ടി. ചെയ്തതെല്ലാം തെറ്റ്, ക്രൂരത. എന്ത് പ്രായച്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടത്? ഏത് അഗ്നിയിലാണ് ദഹിക്കേണ്ടത്? ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. പക്ഷേ അദ്ദേഹത്തെ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ച് അദ്ദേഹത്തോടെ അപ്പം ഞാൻ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മനസ്സിന് വല്ലാത്ത വിഷമമുണ്ട്. കാരണം ഇത്രയും വിമർശനം ഏൽക്കേണ്ടി വന്നല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്ന് എനിക്ക് വായിച്ചെടുക്കാൻ മനസ്സിലായി. ഇനി ഏത് വേഷം കെട്ടണം, എന്തഭിനയിക്കണം? നൊന്ത് പിടയുമ്പോഴും കരഞ്ഞില്ല, ചിരിച്ചു. അണയാത്ത ചിതയിൽ ചവിട്ടി നിന്നുകൊണ്ട് പാടി. ആശിച്ചതെല്ലാം നടത്തി. സഹിക്കാൻ ഇനി ശക്തിയുണ്ട്. ശപിക്കാം, ഏത് പാപവും ഏക്കാം. തൃപ്തിയായില്ലേ? മോഹൻലാലിന് ഉത്തരവാദിത്വമുള്ള മോഹൻലാലിനെ പോലെ കേരളത്തിന്റെ പ്രിയപ്പെട്ട ഒരു കലാകാരൻ ഈയൊരു കൂളത്തരത്തിൽ കൂട്ടുനിൽക്കാവോ? 2 തൂണെടുത്ത് മാട്ടയിലും വെച്ച് 2 തൂണ് നിലത്തും കുത്തി നടത്തുന്ന വെറും നാടൻ നാടകത്തിന് പോലും ഈ കാശ് മേടിച്ച് ആരെങ്കിലും ഇന്നുവരെ കൊടുത്തിട്ടുണ്ടോ? സംഗീതം ആലപിക്കുന്നവരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയും ഡാൻസ് കളിക്കുന്നവർ സംഗീതം ആലപിച്ചാൽ എങ്ങനെ ഇരിക്കും? വധിയച്ചൻ പോലത്തെ നടനൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ നന്നാവുന്നാണല്ലോ പ്രതീക്ഷിച്ചത്. പിന്നെയാണ് സിനിമാ പാട്ട് പോലെയാണ്, സിനിമയിൽ നായകൻ പാടില്ലല്ലോ. ഒരു കലാപരിപാടിയിൽ അതേ വരും. ഒരു കഥ എഴുതുമ്പോൾ, ഒരു കവിത എഴുതുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ 2 അഭിപ്രായങ്ങൾ വരും. ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയെക്കുറിച്ച് പോലും വ്യത്യസ്തമായ അഭിപ്രായം പറയുന്ന നാടാണിത്. എന്തുകൊണ്ട് കൃത്യമായിട്ട് ലൈവായിട്ടൊരു പരിപാടി നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു? എൻ്റെ അഭിപ്രായം അതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഈ പാട്ട് തീരുന്നതിന് മുമ്പ് ഇതിനെതിരായിട്ട് കുറേ പ്രചരണം തുടങ്ങി. അപ്പം കുറച്ചൊരു അങ്ങനെയുള്ള ഇൻട്രസ്റ്റുകളും കൂടെ വന്നിട്ടുണ്ടാകും എന്നല്ലേ നമ്മൾ കരുതേണ്ടത്. മോഹൻലാൽ ഒരു പാഠം പഠിക്കണം. രാവിലെ മലവിസർജനം നടത്തിയവനെ ചുമന്നാൽ അതിൻ്റെ മണം ചുമക്കുന്നവനും വരും. അതാണ് മോഹൻലാലിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഗുണം. സർക്കാരും പ്രതിപക്ഷവും കരുതാത്ത വഴികളിലൂടെയാണ് വിവാദം പിന്നെ വളർന്നത്. പണത്തെക്കാൾ വലുതായി ചിലതുണ്ടെന്ന് കരുതുന്ന ആളായതിനാൽ മോഹൻലാൽ ലാലിസത്തിന് വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ തീരുമാനിച്ചു. സംഘാടകർക്കും സംഘാടക വിരുദ്ധർക്കും മനസ്സിലാക്കാൻ പ്രയാസമായ ഒരു ചെക്ക് അങ്ങനെ ഗെയിംസിന് മുന്നിൽ വന്നു. ഗവൺമെന്റ് ആ തുക തിരിച്ചു വാങ്ങുന്ന പ്രശ്നമേ ഇല്ല. ഇത് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി, ഒരു കരാറുണ്ടാക്കി, ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിപാടികളാണ്. അതെല്ലാം ചെലവായ തുകയാണ്. ആ കരാറിനകത്ത് ഒരു തുകയും മോഹൻലാലിൻ്റെതായിട്ട് എടുത്തു വെച്ചിട്ടില്ല. ഇങ്ങനെ ആരെയും ദ്രോഹിച്ചിട്ടുള്ള കാശൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ കായിക താരങ്ങളുടെ പ്രകടനങ്ങളും അവരുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ചർച്ച ചെയ്യേണ്ട നിർണായകമായ ഒരു സമയത്ത് സംസാരം മുഴുവൻ ഒരു ചെക്കിനെ പറ്റിയായി. തീരുമാനമാകാതെ ആ ചെക്ക് അങ്ങനെ കറങ്ങി നടന്നു. മുഖ്യമന്ത്രിയും കായിക മന്ത്രിയും ബാക്കിയെല്ലാം മാറ്റിവെച്ച് ചെക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ നടന്നു. ഇന്ന് ഞങ്ങൾ മോഹൻലാലിനെ പോയി കണ്ടിരുന്നു. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. ആരാ അവിടെ? വന്നല്ലേ തെമ്മാടി? ഇങ്ങോട്ട് കയറി വരിക. തന്നെ ഒന്ന് കാണട്ടെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രമുണ്ട്. അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ. സാധാരണഗതിയിൽ ഒരു കലാപരിപാടി വന്നു. ആ കലാപരിപാടിക്ക് വിമർശനം വന്നു കഴിഞ്ഞപ്പോൾ ആ പരിപാടി നടത്തിയ ആൾ തന്ന തുക മേടിച്ച് ഗവൺമെൻറ് എഗ്രിമെൻ്റ് ചെയ്ത് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് തുക തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം തുക മേടിക്കില്ല എന്ന് പറഞ്ഞു. വയ്ക്കോളൂ,
എന്നിട്ട് വിവരം അറിയാൻ കാത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്ക് പാതി ചത്തുന്ന്. അത് കണ്ട് ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം. സഹതപിക്കാനാണെങ്കിൽ ഒരു നായന്റെ മോൻ ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ അദ്ദേഹം തന്നെ ഒരു പ്രപ്പോസൽ പറഞ്ഞു, തിരിച്ചു തന്നാൽ അതിന് എനിക്കൊരു പ്രപ്പോസൽ ഉണ്ട്, ഈ തുക എന്തിനു വേണ്ടി വിനിയോഗിക്കണം എന്നതിനെ സംബന്ധിച്ച്. ലീഗലായിട്ട് ആ തുക മോഹൻലാലിൻ്റെ വകയാണ്. അപ്പോൾ മോഹൻലാൽ പറയുന്നത് എന്താണോ അതുകൂടി ഗവൺമെൻറ് ശ്രദ്ധിക്കും. ശ്രദ്ധിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടി ഇംഗിതമനുസരിച്ച് പൊതു നന്മയ്ക്ക് വേണ്ടി ആ തുക വിനിയോഗിക്കണം എന്നുള്ളതാണ് ഏകദേശം ഇപ്പോൾ വെച്ചിരിക്കുന്ന ഒരു ധാരണ. ആ പണം അങ്ങനെ തന്നെ ഇവരെ ഏൽപ്പിക്കുന്നത് സൂക്ഷിച്ചു വേണം. പിന്നെ അതിൻ്റെ പേരിലാകും അടുത്ത പഴി കേൾക്കേണ്ടി വരിക. ഏതായാലും സിനിമാ താരം ഉണ്ടായതുകൊണ്ടും മൊത്തത്തിലൊരു സിനിമാ സ്റ്റൈൽ ഉള്ളതുകൊണ്ടും ഈ കഥയ്ക്കും ഒരു താൽക്കാലിക ക്ലൈമാക്സ് ഉണ്ടാകണം. ഒരു സിനിമാ സ്റ്റൈൽ ക്ലൈമാക്സ്. ഒരു സിറ്റിങ്ങിന് 2-3 ലക്ഷം വാങ്ങുന്ന സുപ്രീം കോർട്ട് വക്കീലുണ്ട്. ഞാൻ വിളിച്ചാ പറന്നു വരും. അവൻ ഭയങ്കര ബിസിയല്ലേ, നമ്മൾ പെട്ടെന്ന് വിളിച്ചാ എന്ത്? അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. അദ്ദേഹത്തെ വേട്ടയാണെന്ന് അവസാനിപ്പിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കലാകാരൻ തൻ്റെ കലാപ്രകടനങ്ങൾ നടത്തുന്നത് ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയും ഒരുപാട് സങ്കേതങ്ങളെ ആശ്രയിച്ചുമാണ്. അതിൻ്റെ നന്മതിന്മകളൊക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. അവൻ ജയിക്കുന്നത് വരെ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. അത് കാണാൻ തന്നെ ഞാൻ വന്നത്. മോഹൻലാൽ എന്ന നടനെ നമ്മൾ അംഗീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവത്തിനാണ്. അത് അദ്ദേഹം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ അഭിമാനിക്കുന്ന, നമ്മുടെ അഭിമാനമായ ഒരു കലാകാരനാണ് അദ്ദേഹം. താങ്ക് യു ഡാ. ഇനി വിവാദങ്ങളിലേക്ക് അദ്ദേഹത്തെ വലിച്ചഴക്കാതെ സതുദ്ദേശത്തോടെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ അതുപോലെ കാണുകയും അദ്ദേഹത്തെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രവൃത്തികളിലേക്ക് അദ്ദേഹത്തെ മടങ്ങാൻ അനുവദിക്കുകയും സംഘർഷങ്ങളിൽപ്പെടുത്താതെ ശാന്തമായ മനസ്സോടുകൂടി അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യണം എന്നുകൂടെ അപേക്ഷിക്കുക. താങ്ക്സ് മാരാ, താങ്ക്സ് എ ലോട്ട്. താങ്ക്സ് നീ വെച്ചോ, അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഇപ്പൊ ചെമ്പ് നല്ല പാളിഷ് ചെയ്ത് അങ്ങ് എത്തിക്കാം. നീ ഇപ്പൊ പോ മോനെ ദിനേശ. ശരി വെച്ചു. അങ്ങനെ മേനോ സാറിന് അനുഗ്രഹം ഉണ്ടാവും. അത് മതിയുടെ എനിക്ക് ഫീസായിട്ട്. അതിന് മല എന്തുണ്ട്? ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും ഒരു സുഹൃത്ത് എന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലും ഞാൻ എൻ്റെ അനുഭാവങ്ങളും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കാൻ കൂടിയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. അപ്പൊ പോട്ടെ മോനെ ദിനേശ്. നോ ദിനേശ്. ഉണ്ണുണ്ണി. ഓക്കേ. ക്ലൈമാക്സ് കഴിഞ്ഞ ശേഷം ഇടവേള സിനിമയിൽ ഉണ്ടാകില്ല, പക്ഷേ തിരുവാതിരവായിൽ ഉണ്ടാകും ഇടവേള. ഗെയിംസ് നടക്കില്ല, മുന്നൊരുക്കങ്ങൾ ദുർബലം തുടങ്ങിയ പ്രചാരണങ്ങൾ നടത്തിയ മാധ്യമങ്ങളെല്ലാം ചമ്മിപ്പോയേനെ ഉദ്ഘാടന പരിപാടി കുറ്റമറ്റതായിരുന്നുവെങ്കിൽ. ഗെയിംസിനെതിരെ വളരെ മുമ്പേ വിമർശനമുയർത്തിയിരുന്ന മാധ്യമങ്ങളെ മുഖ്യമന്ത്രിയും തിരുവഞ്ചൂരുമൊക്കെ പഴി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരും നിരപരാധികളാണ്. ഈ സർക്കാർ എന്ത് നടത്തിയാലും അത് മോശമായിരിക്കുമെന്ന് ജനങ്ങളും മാധ്യമങ്ങളും മുൻവിധിയോടെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനും കാരണക്കാർ ഈ സർക്കാർ തന്നെയാണ്. വിമർശകർക്ക് അവിചാരിതമായി ഒരു നേതാവിനെയും കിട്ടി, സർക്കാരിൻ്റെ സ്വന്തം ചീഫ് സെക്രട്ടറി. പാസ് ഡിസ്ട്രിബ്യൂഷൻ അവതാളത്തിലായിരുന്നു. ആർക്കൊക്കെയാണ് പാസ് കൊടുത്തത്, എങ്ങനെ കൊടുത്തു, ആർക്കും ഒരു രൂപവുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്തു തീർക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. പാസ്സൊക്കെ കൊടുത്തത് 31-ാം തീയതി വൈകുന്നേരം 5 മണിക്കൊന്നും അല്ല, അതിനൊക്കെ നേരത്തെ മുമ്പേ കൊടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ആദ്യം മുതലുള്ള സംഘാടനത്തിൽ ഞാൻ പങ്കാളിയായിരുന്നിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ കഴിഞ്ഞ ദിവസമേ എനിക്ക് ചുമതല ഏറ്റിട്ടുള്ളൂ. ചുമതല ഏൽക്കാതെ എനിക്ക് ഇതിനകത്ത് ഇടപെടാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം ഈ ഗവൺമെൻറ്റിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് വേണ്ട വിമർശിക്കാൻ. ഒന്നും അറിയാത്ത ആളിനെ പോലെ, ഒരു മാവിലാവിക്കാരനെ പോലെ നിൽക്കാൻ പറ്റുമോ? അപ്പോൾ കഴിഞ്ഞ ചീഫ് സെക്രട്ടറിയുടെ ചുമതല എന്ന ചീഫ് കോർഡിനേറ്ററാണ്, എന്നൊരു തസ്തികയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയൊന്നും തർക്കം പറഞ്ഞ് ഇത് തീർക്കാവുന്ന കാര്യങ്ങളല്ല. എനിക്ക് തർക്കത്തിൽ താല്പര്യമില്ല. പക്ഷേ ആളുകളെ ആക്ഷേപിച്ച് ആളാകാൻ ശ്രമിക്കരുത്, അത് ശരിയല്ല. കണ്ടാൽ തന്നെ മനസ്സിലാകുമായിരുന്നു റിഹേഴ്സൽ നടന്നിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ലിപ് മൂവ്മെൻറ്റും സംസാരവും ഒന്നും മാച്ച് ചെയ്യാതെ പോയത്. ചീഫ് സെക്രട്ടറിക്ക് ഇതൊക്കെ തിരുത്താൻ സമയമുണ്ടല്ലോ, അതെല്ലാം തിരുത്തിയാൽ മതി. ഇതിനകത്ത് ഓരോ പ്രശ്നങ്ങൾ നമ്മൾ സാധാരണ ഒരു പബ്ലിക് മീറ്റിംഗ് സംഘടിപ്പിക്കുന്ന പോലെ പിന്നെ ഉള്ള പ്രസംഗങ്ങളും പിന്നീട് എന്താണ് മെമൻറ്റോ കൊടുക്കലും, ഇതൊന്നും സ്പോർട്സ് മീറ്റിൽ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ചീഫ് സെക്രട്ടറി ഇതിൻ്റെ വിവരങ്ങൾ കാര്യമായി മനസ്സിലാക്കാതെ വരേണ്ട വർത്തമാനം പറഞ്ഞോട്ടോ. അത് ഓൾ ഇന്ത്യ സർവീസ് റൂൾസിൻ്റെ അനുകൂലമോ പ്രതികൂലമോ അത് വേറെ ആലോചിച്ചോളൂ, അതവിടെ നിൽക്കട്ടെ. സ്റ്റേഡിയം മുഴുവനും പൂർത്തിയായിട്ടില്ല,
അതിനകത്ത് ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇതിനകത്തുള്ള അസൗകര്യങ്ങളുണ്ട്. പിന്നെ ഒരു പുതിയ സ്റ്റേഡിയത്തിൽ ഇതുപോലൊരു വൻ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന കുറേ പോരായ്മകളുണ്ട്. ചീഫ് സെക്രട്ടറി വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ, അദ്ദേഹം എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ടാവില്ല. അഴിമതിയെക്കുറിച്ച്, പിന്നെ സംഘാടനത്തിലുള്ള മറ്റ് പിഴവുകളെക്കുറിച്ചെല്ലാം ഒരുപാട് ആക്ഷേപങ്ങൾ പത്രങ്ങളിലും നിങ്ങളുടെ ചാനലുകളിലും വരുന്നത് നമുക്ക് കണ്ടില്ല നടിക്കാനാവില്ല. അതൊന്നും എന്നോട് ചോദിക്കേണ്ട, വെറുതെ തർക്കുത്തരം പറഞ്ഞ് ഒരു നടപടി, ഒരു നല്ല ഗെയിമിനെ വഷളാക്കാനായിട്ട് ശ്രമിക്കുകയും വേണ്ട. ഇത്രയും പണം മുടക്കി നമ്മൾ ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ഇത് കുറേ കൂടി ശ്രദ്ധ ഇതിനകത്ത് എല്ലാം നമ്മൾ ചെലുത്തണമായിരുന്നു. ആ നടപടി അങ്ങ് നിർത്തിക്കളാം. അത് ഓടുന്ന വെള്ളത്തിൽ ഓടട്ടെ. നമ്മളൊക്കെ കുറച്ച് വ്യത്യസ്തരായ പാവങ്ങളാണ്. നമ്മളൊക്കെ നിങ്ങളുടെ ഒരു കൈക്കില്ല, സാധുക്കൾ. അതുകൊണ്ട് നമ്മളെ വെറുതെ വിട്ടേക്കാം. ജിജി തോംസണിനെ ചീഫ് സെക്രട്ടറി ആക്കരുതെന്ന് VS നേരത്തെ പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിലെങ്കിലും VSനെ അനുസരിക്കാമായിരുന്നുവെന്ന് തിരുവഞ്ചൂരിന് തോന്നിക്കാണും ഈ വിവാദം നടന്നപ്പോൾ. തിരുവഞ്ചൂർ ഇതുപോലെ ഏതെങ്കിലും വലിയ കായികമേളയുടെ ഉദ്ഘാടന ചടങ്ങിന് പോയിട്ടില്ലെന്ന് നേരത്തെ തോന്നിയിരുന്നു. പക്ഷേ TV-യും യൂട്യൂബും ഒക്കെ ഉള്ള കാലത്ത് അങ്ങനെ പോലും ഇത്തരം ചടങ്ങുകൾ കണ്ടില്ലെന്ന് വ്യക്തമാക്കി തന്നത് ചീഫ് സെക്രട്ടറിയാണ്. ഇതൊക്കെ പറയാൻ അദ്ദേഹത്തിന് എവിടുന്ന് ധൈര്യം കിട്ടിയെന്ന സംശയം തീർന്നത് തൊട്ടടുത്ത ദിവസമാണ്. അത് മുഴുവൻ ശരിയാ, എനിക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതായത് ഉദ്ഘാടന സമയത്ത് സ്റ്റേജിൽ കൂടുതൽ ആളുകളുണ്ടായി, മന്ത്രിമാർക്ക് പോലും സീറ്റ് കിട്ടിയില്ല. അവിടെ വരാൻ അർഹതയില്ലാത്ത പലരും വന്നു, തിക്കും തിരക്കും ഉണ്ടായി. ഇതെല്ലാം ശരിയാ, അദ്ദേഹം അറിഞ്ഞിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അവിടെ നടന്നിട്ടുള്ളത്. അവിടെ ഒരു സോഫയൊക്കെ ഇട്ട് നല്ല സൗകര്യമായിരുന്നു ചീഫ് ഗസ്റ്റിനൊക്കെ തയ്യാറാക്കിയിരുന്നത്. അവിടെയൊക്കെ വേറെ ആളുകളിരുന്നു. പിന്നെ മുമ്പിൽ ഓരോ കസേര ഇട്ടാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് അടക്കം, സച്ചിൻ അടക്കം എല്ലാവരും ഇരുന്നത്. അതുപോലെ തന്നെ പാസിൻ്റെ കാര്യത്തിൽ അർഹതയുള്ള പലർക്കും കിട്ടിയിട്ടില്ല. ആ പറഞ്ഞതൊക്കെ പിന്നെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്, തിരുത്തേണ്ട കാര്യങ്ങളാണ്. അവിടെ കസേര കിട്ടാത്ത ഒരേ ഒരാളുണ്ടായിരുന്നത് പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹം അവിടെ നിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അവിടെ ഇരിക്കും. നമ്മുടെ പിന്നെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ശ്രീ PJ കുര്യൻ വന്ന സമയത്ത് കസേരയില്ല, ഞാൻ തന്നെ എഴുന്നേറ്റാണ് കസേര കൊണ്ട് ഇട്ട് അദ്ദേഹത്തെ അവിടെ ഇരുത്തിയത്. ഗെയിംസിലെ അഴിമതി കണ്ടെത്തൽ കുലത്തൊഴിലായി ഏറ്റെടുത്തിരിക്കുന്ന കൊട്ടാരക്കരയിലെ ഒരു കുടുംബത്തെ കൂടി പരിചയപ്പെടാം. അതായത് കാര്യവട്ടത്തെ സ്റ്റേഡിയം ഇന്ത്യയിലെ ആദ്യത്തെ ആനുവിറ്റി സ്കീം പദ്ധതിയാണ്. എനിക്കറിയാൻ കഴിഞ്ഞത് മാധ്യമങ്ങൾ അന്വേഷിക്കണം, ഞാനൊരു കത്ത് തയ്യാറായി കൊടുത്തിട്ടുണ്ട്. 100-150 കോടി രൂപ അധികമായി വേണം എന്ന് ഈ കമ്പനി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ നൽകുന്നത് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അഴിമതിയായിരിക്കും. LED വാള് ഉണ്ടാക്കിയതിന് 1 സ്ക്വയർ മീറ്ററിന് ഇത്രയാകുമെന്ന് നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ 4 ഇരട്ടിയാണ് എഴുതി വാങ്ങിച്ചുകൊണ്ട് പോയത്. 100 ഐപാഡ് വരുന്നു. എന്താ 100 ഐപാഡ്? അത് ചെക്ക് പോസ്റ്റ് കിടക്കുന്നേ ഉള്ളൂ. ഇവിടെ ഗെയിംസ് തീരാറായി. ഈ 100 ഐപാഡ് എങ്ങനെ വരുന്നു, എവിടോട്ട് പോകുന്നു, എന്ന് വരും? ഇതെല്ലാം നമ്മൾ അന്വേഷിക്കണം. ഞാൻ പറയാം, ചെറിയ കാര്യമാണെങ്കിലും എങ്ങനെ അഴിമതി നടത്തും എന്നുള്ള ഒരു റിസർച്ച് PhD പലർക്കും കിട്ടും. അതായത് കാറുകൾ വാടകയ്ക്ക് എടുത്തു. കഴിഞ്ഞ 3-4 മാസമായി ഈ കാറുകൾ ഓടാതിരിക്കുന്നു. ഒരു വർഷത്തോളമായി. ആ കാറുകൾ ഇഷ്ടം പോലെ തുക എഴുതി ഇഷ്ടം പോലെ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ടെന്നീസ് നടത്താൻ വേണ്ടി ടെന്നീസ് അക്കാഡമി, ഭാവിയിൽ അത് ടെന്നീസ് അക്കാഡമി ആണെന്ന ലക്ഷ്യത്തോടെ ഞാൻ തുടങ്ങി വെച്ച സ്റ്റേഡിയം പണി പൂർത്തിയായി അവിടെയാണ് കളി നടക്കുന്നത്. എന്തിനാണ് കോടിക്കണക്കിന് രൂപ, 4 കോടിയോളം രൂപ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ടെന്നീസ് ക്ലബിൻ്റെ ഉള്ളിൽ ചെലവഴിച്ചിരുന്നു? അതിന് ജാർഖണ്ഡിൽ കൊള്ള നടന്നുകൊണ്ട് ഞങ്ങൾക്ക് കൊള്ള നടത്താം എന്ന് പറയുന്ന ന്യായം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് പണ്ട് നെയ്യാറ്റക്കരക്കാരൻ സ്റ്റീഫൻ ഏറ്റുമാനൂര് വിഗ്രഹം മോട്ടിച്ചപ്പം വേറെ വിഗ്രഹങ്ങൾ പണ്ട് മോട്ടിച്ചിട്ടുണ്ട്. വെള്ളായണി പരമു സ്വർണ്ണക്കുരിശു മോട്ടിച്ചു നിരടത്ത് നിന്ന്. അപ്പം പിന്നെ എനിക്കെന്തുകൊണ്ട് ഏറ്റുമാനൂന്ന് മോട്ടിച്ചൂടാ എന്ന് പറഞ്ഞ ന്യായം പറയരുത്. ഇനി ഗെയിംസിൽ അഴിമതികൾ നടന്നെന്ന് കണ്ടെത്തി തെളിയിക്കപ്പെട്ട് അത് കാരണം സർക്കാർ രാജിവെക്കുമെന്ന് ആരും കരുതണ്ട. അങ്ങനെ സംഭവിച്ചാലും അത്തരം എല്ലാ സന്ദർഭങ്ങളിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാചകവുമായാണ് ഉമ്മൻചാണ്ടി അധികാരം ഏറ്റെടുത്തത് തന്നെ. പക്ഷെ ഇതുകൊണ്ടൊന്നും ഈ ഗവൺമെന്റിന്റെ മനോവീര്യം കെടുത്താം എന്ന് ആര് വിചാരിച്ചാലും നടക്കില്ല. കുറെ ശ്രമിച്ചു നോക്കിയല്ലോ. അതുകൊണ്ട് ചുരുക്കത്തിൽ ഗെയിംസ് വിവാദം തിരുവഞ്ചൂരിന് ചീത്തപ്പേരുണ്ടാക്കി അവസാനിക്കും എന്ന് തന്നെ കരുതാം. അദ്ദേഹമാണ് ഇത്തവണ ഇടിക്കൂട്ടിൽ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഗെയിംസ് നടത്തിപ്പിൽ അഭിമാനകരമായ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. രാധാകൃഷ്ണനാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ. ഇത് നാഷണൽ ഗെയിംസിന്റെ ക്യാപ്റ്റൻ അദ്ദേഹമാണ്. കേരളത്തിന്റെ പ്രിയ ബോക്സിംഗ് ചാമ്പ്യനായ രാജപ്പ രാജാന്റെ പ്രിയ ശിഷ്യൻ ഊതിക്കാച്ചി
30 വർഷമായിട്ട് ഞാൻ ഊതിക്കാച്ചെടുത്തേക്കാണ് എന്റെ ശിഷ്യൻ. ഊതിക്കാച്ചത് ഇടക്കൊന്ന് അമ്മയുടെ കണ്ണ് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ അടുക്കി പിടിച്ചിട്ടുണ്ട്. അതിങ്ങനെ കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ കേരളത്തിന് ഏറ്റവും വലിയ ടോപ്പ് സ്കോററായിട്ട് വരത്തക്ക വിധത്തിൽ നമ്മളെല്ലാവരും കൂടി സഹായിക്കുക. ബോക്സിംഗ് എന്ന് പറയണം. അത് ഇത് പഠിക്കണമെങ്കിൽ ആദ്യം ഇടി കൊള്ളാൻ പഠിക്കണം. ഇടി കൊള്ളാനൊരു മനക്കെട്ടി വേണം. എന്നാലേ ബോക്സിംഗ് കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു സിദ്ധി കിട്ടിയേക്കണം നമുക്ക് ബോക്സിംഗുകാർക്ക് മാത്രമേ ഉള്ളൂ. എന്ത് സിദ്ധി? പൊന്നീച്ചനെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് പൊന്നീച്ചനെ കാണാൻ പറ്റും, വേറെ ആർക്കും കാണാൻ പറ്റില്ല. നമ്മള് ടപ്പോ ടിപ്പോ ടാമാർ അത് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത്രക്ക് ബ്രില്യന്റ് ആണ് എന്റെ സ്റ്റുഡന്റ്. കാരണം അവന്റെ ഓരോ പഞ്ചുണ്ടല്ലോ 10-30 കിലോ ഉണ്ടാവും. ആണല്ലേ? ഒന്നുമില്ല ടപ്പോ ടിപ്പോ ടാമാർ. ഈ നാട്ടിലെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഇതിനകത്ത് നമുക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ട് ആ കപ്പ് പൊക്കിപ്പിടിക്കുന്ന ഒരു നല്ല മുഹൂർത്തം കാത്ത് ഞാനും ഇരിക്കുക. അതായത് ഞാൻ 96-ല് ഞാൻ ടാർസിനും കൂടെ ഒരു അടി ഉണ്ടായിരുന്നു. ഞാനും പുള്ളിയായിട്ട് അടി എന്ന് പറഞ്ഞാൽ നേരെ ചെന്ന് ഞാൻ നിന്ന് ഒരൊറ്റ പഞ്ച് എന്റെ തിരുനെറ്റിക്കിട്ട് ഒരു 1500 ലവ് ബേർഡ്സ് കിടക്കുന്ന കൂടില്ലേ, അതിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് എങ്ങനെ ഉണ്ടാവും? ഒരു 1.5 ആഴ്ചത്തേക്ക് അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് ഇത് വിട്ടുപോലെ കഴിവ്. യഥാർത്ഥത്തിൽ കേരളീയ കലാരൂപങ്ങൾ അവഗണിച്ചിരിക്കുകയാണ്. ഇവിടെ കേരളീയ കലാരൂപങ്ങളുടെയും ഒക്കെ തന്നെ നിരവധി അക്കാഡമികളുണ്ട്. അവരെയൊക്കെ തന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഒരു കമ്മിറ്റിയുടെ കൺവീനർ രാജിവെച്ചിട്ടുണ്ട്. ഏത് കമ്മിറ്റിയാ? പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ഇന്നിപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. അന്ന് അവിടെ യഥാർത്ഥത്തിൽ നടന്നത് ബോക്സിംഗ് അല്ല, നമ്മൾ ഈ തുണിയൊക്കെ പിടിയൂലേ, പിടിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് അഴയിൽ വിരിക്കൂലേ, അത് തന്നെയാണ് സംഭവിച്ചത്. ഒന്നുമില്ല എന്റെ കൊച്ചിന്, ഒന്നുമില്ല. ഏതോ ഉത്സവപ്പറമ്പിക്കണമല്ലോ. ഒന്നുമില്ല ടപ്പോ ടിപ്പോ ടമാർ. പോയിന്റ് പോയൊക്കെ കറക്റ്റ് ടമാറിൽ പോയി. എന്നെ തകർക്കാൻ പറ്റും. ഇത്രയും പ്രായം ചെന്ന് എന്നെ തകർത്തിട്ട് എന്ത് ചെയ്യാൻ? ഈ കളികൾക്കൊക്കെ ഇടയിൽ ദേശീയ ഗെയിംസിലെ ശരിക്കുള്ള കളികൾ കൂടി കാണാൻ സമയം കണ്ടെത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് തിരുവാതിരയുടെ ഈ ആഴ്ചത്തെ കളികൾ അവസാനിപ്പിക്കുകയാണ്. മനോരമ news.com യൂട്യൂബിലും ഈ പരിപാടിയുടെ മുൻ കളികൾ കാണാവുന്നതാണ്. വീണ്ടും കാണുവരെ നന്ദി, നമസ്കാരം.